വാർത്തകൾ തുടർന്ന് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീണ് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചുമട്ടുതൊഴിലാളികളായ വിനോദ്, ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിവർ. ഒരാൾക്ക് ഗുരുതര പരിക്ക്. അപകടം ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്ന ദൃക്സാക്ഷികൾ. കേസെടുത്ത പോലീസ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിപക്ഷം. നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വെടികളുമായി പ്രതിപക്ഷ പ്രതിഷേധം. ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടയ്ക്കുകയുണ്ടായി. മറ്റ് പ്രതികൾക്കില്ലാത്ത എന്ത് വിശേഷമാണ് തന്ത്രിക്കുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ്. പ്രതിയാണ് എന്ന് മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുള്ളൂ. തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി നിയമസഭ നാളെ പിരിയും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവരം ചോർത്തിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ശമ്പള വിതരണത്തിന് നൽകിയ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന ഹർജിക്കാർ. സ്വകാര്യതയുടെ ലംഘനമെന്നും ആരോപണം. മുഖ്യമന്ത്രി അടക്കമുള്ളവർ എതിർകക്ഷികൾ. വയനാട് ദുരന്തബാധിതർക്കായുള്ള സർക്കാർ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം മാറ്റിയത് മാർച്ച് 1 അപ്രോച്ച് റോഡ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാകാനുണ്ടെന്ന വിശദീകരണം. ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് മറ്റന്നാൾ. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ 12ാം പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ജാമ്യം അപ്പീലിൽ തീരുമാനമാകും വരെ ജ്യോതി ബാബുവിനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും സുപ്രീം കോടതി. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച്. പരാതിക്കാരിയെ വാട്സാപ്പിൽ വിളിച്ചു. മാങ്കൂട്ടത്തിന് നോട്ടീസ് അയച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. 28-ന് ഹാജരാകാൻ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂരിൽ. ഗുരുവായൂർ അച്യുതം അപ്പാർട്ട്മെന്റ് വിലാസത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശൂരിലും. കൂടെ വോട്ടുമാറുന്ന കുമ്പിടിയെന്ന് അനിൽ അക്കരയുടെ പരിഹാസം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി 12ാം ശമ്പള കമ്മീഷനെ നിയോഗിച്ച സർക്കാർ. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായ 3-അംഗ സമിതി. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം.